നമ്മൾ കാശ്മീരിലെ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ കാഴ്ചകളാണ് ഈ കാണാൻ പോകുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പൊക്കെ ഇറങ്ങി ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോവാണ്. ഹലോ, എവിടെ പോയാലും വള്ളി പിടിക്കാം. ഹലോ, ഫുള്ള് ചുവപ്പായിട്ടുള്ളൊരു ചെടിയാണ്. ഭയങ്കര രസമുണ്ട് കാണാൻ. ഇതൊക്കെ ഇവിടെ വളരുള്ളൂ. നമ്മുടെ നാട്ടിലൊന്നും കൊണ്ടുപോയാലല്ല ഇവിടെ വാങ്ങാൻ. ഇനി നേഴ്സറിയിലുണ്ടെങ്കിലും ഇത് നമ്മുടെ നാട്ടിൽ വളരില്ല. തണുപ്പിന് നിൽക്കുന്ന ചെടികളാണ് ഇതൊക്കെ. ബൊട്ടാണിക്കൽ ഗാർഡൻ ഇത് സൂപ്പറാണ്. നമ്മുടെ ഊട്ടിയിലെ ഇപ്രാവശ്യം ഞങ്ങൾ 2 മാസം മുമ്പ് പോയിട്ട് വളരെ ദയനീയാവസ്ഥയിലായിരുന്നു. ഒരു പൂക്കൾ പോലും ഇല്ലായിരുന്നു. ഇതിനകത്തിപ്പോൾ ഏകദേശം നിറച്ച് പൂക്കളൊക്കെ ഉണ്ട്. ഈ ബൊട്ടാണിക്കൽ കാണുമ്പോൾ ഊട്ടിയിലെ ഒന്നുമില്ല. നല്ല സീനറിയാണ് ഫുള്ള്. ഇത് ഫോട്ടോ എടുക്കുന്നതിന് കാശ്മീരി ഡ്രസ്സിൽ ഒരു ആൾക്കാർ നിൽക്കുകയാണ്. ഇത് കണ്ടോ, ബൊട്ടാണിക്കൽ ഗാർഡൻ കാശ്മീർ. അപ്പോൾ ഇവരുടെ ഡ്രസ്സിൽ നമ്മളെ अणीचिट നമ്മളെ കാശ്മീരിയുടെ വേഷത്തിലാക്കിയിട്ട് വരും. कितना रुपया इसका लेगा? इसका ये जो इधर रेट लिस्ट होता है गवर्नमेंट का, उसी वो चेक करना, यही बोलो. नहीं वो छोड़ो, फिर भी कितना होता है? 200 रुपये का फोटो होता है. फोटो होता है, हाँ 6x8. हाँ. ഇവർ ഫോട്ടോയ്ക്ക് വേണ്ടി ഇരിക്കുന്നവരാണ്, കണ്ടില്ലേ? വെൽക്കം ടു ബൊട്ടാണിക്കൽ ഗാർഡൻ കാശ്മീരി ഡ്രസ് ഫോട്ടോസ്. ഇങ്ങനെ നമുക്ക് ഫോട്ടോ എടുത്ത് തരും. ബോർഡെടുത്ത് മാറ്റിയയാൾ. പൂക്കളൊക്കെ ഭയങ്കര രസമായിട്ടുള്ള പൂക്കളാണ്. ഇത് കണ്ടില്ലേ, എന്താ രസം. മൊത്തത്തിൽ മുല്ലപ്പൂവ് കൂട്ടി കെട്ടിയമാരുണ്ട് പൂവുകൾ. എന്താ ഭംഗി.
ഇങ്ങനെ നിരത്തിയുണ്ട്. ആൾക്കാരൊക്കെ ഫോട്ടോ എടുപ്പിലാണ്. ഇത് ഒരു സൈസ് ചെടിയാണ്, അതിൻ്റെ പൂക്കളാണിത്. ഒരാൾ കാട് വെട്ടുന്നുണ്ട്, അതിൻ്റെ സൗണ്ടാണിത്. എല്ലാം പുല്ലുവെട്ടാണ് ഇവിടെ. ഈ കാണുന്ന മരമൊക്കെ ഒരു വീട്ടിലുണ്ടെങ്കിൽ പിന്നെ തണലിന് വേറൊന്നും പറയണ്ട. അത് മുകളിലോട്ട് വളർന്നിട്ട് താഴോട്ട് ഇങ്ങനെ തിരിമാതിരി തൂങ്ങിക്കിടക്കുകയാണ്. ഭയങ്കര ഭംഗിയാണ് ഇത് ചെടികൾ. ഇതൊക്കെ ഈ കാലാവസ്ഥയിൽ വളരുള്ളൂ എന്ന് തോന്നുന്നു. ഇതൊന്നും ഈ മരമൊന്നും ഊട്ടി കണ്ടിട്ടില്ല ഞാൻ. ഇനി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയുള്ള ഒരു മരമാണ് കണ്ടോ. ഇങ്ങനെ വരിയായിട്ട് നിൽപ്പുണ്ട് ഇഷ്ടം മാതിരി. അങ്ങോട്ടൊക്കെ ഉണ്ട് ഒരുപാട് ഗാർഡൻ, വലിയ ഗാർഡനാണ്. ഇത് ഗാർഡൻ ഇപ്പോൾ കറക്റ്റ് കാലാവസ്ഥയിലാണ് നമ്മൾ വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. കാരണം ഭയങ്കര തണുപ്പായി കഴിഞ്ഞാൽ ഇങ്ങനെ ഈ മഴ പെയ്തുകൊണ്ടേയിരിക്കും. നമുക്കിതിനകത്തൊന്നും കയറാൻ പറ്റില്ല. പണ്ട് ഊട്ടിയിൽ നമ്മൾ ഫ്ലവർ ഷോയ്ക്ക് പോയിട്ട് കുടയും കൊണ്ടാണ് കയറിയത്. വഴുക്കിയിട്ടാണെങ്കിൽ വീണുകൊണ്ടേയിരുന്നു. അത്രയും ചെളി പിടിച്ച ഒരു പശയുള്ള മണ്ണാണ് ഇത്. അതേ സെയിം മണ്ണ് തന്നെയാണ് ഇവിടെ. പക്ഷേ ഇപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് സുഖമാണ്. ഇവിടെ ഇടയ്ക്ക് പെട്ടെന്ന് കാലാവസ്ഥ മാറി മഴ വരും. ഇന്നേതായാലും നല്ല കാലാവസ്ഥ, വലിയ തണുപ്പുമില്ല, മീഡിയം തണുപ്പാണ്. നമുക്ക് എ സിക്കകത്ത് നിൽക്കുന്ന മാതിരിയുള്ളൂ. വെയിൽ, സൂര്യനെ കണ്ടിട്ടില്ല ഇന്ന് സൂര്യനില്ല ഇവിടെ. ഇതാണ് മൊത്തത്തിൽ ഗാർഡൻ്റെ ഒരു റൗണ്ട്. നമ്മൾ കറക്കുകയാണെങ്കിൽ, ക്യാമറ കറക്കുകയാണെങ്കിൽ കാണുന്നത്. അകത്തോട്ടൊക്കെ ഒരുപാടുണ്ട്. എങ്കിലും ഞാനൊരു സൈഡിൽ കൂടെയാണ് നടന്നു പോകുന്നത്. അവിടെ എന്തോ മഞ്ഞ പൂക്കളൊക്കെ കാണുന്നുണ്ട്. അതിവിടെ നോക്കിയിട്ട് വരാം. നമ്മളവിടെ ടൈം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ആ ടൈമിനെത്തണം. തിരിച്ച് ബസ്സിലേക്ക്. शालीमार गार्डन दे दे। ഇതൊരു സൈസ് ഭയങ്കര രസമുള്ള മരമാണ്.
ഓ, ഇത് ഏക്കർ കണക്കിന് കിടക്കുകയാണ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ വീണ്ടും വീണ്ടും നീണ്ടു കിടക്കുകയാണ്. ഒരു രക്ഷയില്ല ഇത് മുഴുവൻ കണ്ടു തീർക്കാൻ. ഓ, ഇത് ഭയങ്കര ഭംഗിയാണ്. ഇതൊരു സൈസ് മഞ്ഞപ്പൂക്കൾ. ഇത് കണ്ടാൽ തീരാത്തത്രയും ഏരിയ കിടക്കുകയാണ്. അങ്ങോട്ടെല്ലാം മുകളിലോട്ടുണ്ട്. ഒക്കെ പല പല കളറിലുള്ള പൂക്കളാണ്. ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ വേണം ഈ ഗാർഡനിൽ കറങ്ങണമെങ്കിൽ. ആ പാടെ നമുക്ക് ഇനി അരമണിക്കൂറേ ഉള്ളൂ. മൊത്തത്തിൽ 3/4 മണിക്കൂറേ കിട്ടിയിട്ടുള്ളൂ ഇവിടെ സമയം. ഒക്കെ ചെടി നട്ടതേ ഉള്ളത് കണ്ടില്ലേ. പുല്ല് കെട്ടുന്ന വണ്ടിക്കാരൊക്കെ നിൽപ്പുണ്ട് ഇഷ്ടംമാതിരി. നമ്മുടെ നാട്ടിലെ ആ പൂ മാതിരി, പക്ഷേ ഇത് വേറെ ചെടിയാണ്. ഒരു വെന്തിപ്പൂ എന്ന് പറയില്ല, എന്താണ് ആ ടൈപ്പാണ്. പക്ഷേ ഇത് വേറെയാണ്. എൻ്റെ ഭംഗി ഇതാണ്ടോ. അപ്പോൾ ഇതാണ് ഏകദേശം ഇവിടുത്തെ കാഴ്ചകൾ. വീഡിയോ നിർത്തുകയാണ്. താങ്ക് യു.